ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കടയുടെ അവിടെ നിന്ന് കുറച്ച് ബാക്കിലോട്ട് പോകുന്നൊരു മലകളാണ് ഈ കാണുന്നത്. ആ മലയിലേക്ക് നമ്മുടെ വണ്ടിയാണ് ഈ കയറി പോകുന്നത് മലമുകളിലേക്ക്. നേരത്തെയൊക്കെ ഇതൊരു ഒന്നും ചെയ്യാതിട്ടിരുന്നൊരു പറമ്പായിരുന്നു. ഇപ്പോൾ ഇതാ അവിടെ വാഴയൊക്കെ നട്ടുപിടിപ്പിച്ച് ആ മലയുടെ മുകളിലായിട്ട് ഒരു റിസോർട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ആ കാണുന്ന റിസോർട്ട്. ഈ റിസോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. മുള കൊണ്ടുണ്ടാക്കിയ റിസോർട്ടാണ്. കുഞ്ഞൊരു റിസോർട്ടാണ് കേട്ടോ. മുള കൊണ്ട് ഉണ്ടാക്കിയതാണിത്. പിന്നെ ഈ റിസോർട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്നത് ദൂരെ കാണുന്നത് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടവും ഫൈൻ ഫോറസ്റ്റുമാണ് കാണുന്നത്. ആ കാണുന്നതൊക്കെ ഫൈൻ ഫോറസ്റ്റാണ്. അപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഫൈൻ ഫോറസ്റ്റിൻ്റെ താഴ്ഭാഗമാണ് ഈ കാണുന്നത്. താഴ്ഭാഗം മുകളിലോട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ആ മുകളിലായിട്ടാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അത്ര നമുക്ക് ക്ലിയർ അല്ല. പിന്നെ ഇവിടെയൊക്കെ മഴയാണെങ്കിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അത് ഏലപ്പാറ റോഡാണ് കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. വളരെ മനോഹരമല്ലേ. ഇതൊരു വൈകുന്നേരം 4 മണിക്കെടുത്തൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഒരു റിസോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു ചെറിയൊരു ഔട്ട് ഹൗസായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഒറ്റ ഒരു റൂമും പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു സിറ്റ് ഔട്ടും ആയിട്ടാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ കൂടുതൽ റിസോർട്ടായിട്ട് ബിൽഡിങ് വെക്കുമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഒരു റിലേറ്റീവ്സിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ കയറിപ്പോയതും വീഡിയോ ഷൂട്ട് ചെയ്തതൊക്കെ. വണ്ടി അതിൻ്റെ മുറ്റത്ത് വരെ ചെല്ലും. പിന്നെ ശരിക്കും നമ്മളവിടെ കയറിയപ്പോഴാണ് ഇത്രയും നല്ല മനോഹരമായൊരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു വളരെ പ്രത്യേകത. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. മലയുടെ മുകളിൽ നിന്നതാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് പറമ്പിലൂടെ. പിന്നെ താഴെയൊക്കെ കാണുന്ന കുറേ ബിൽഡിങ്ങുകളും ഉണ്ട്. അതൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. റിസോർട്ടുകളും ചെറിയത് കാണുന്നത് വീടുകളുമുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് റിസോർട്ടുകളാണ്. താഴെ ഏരിയ മുഴുവനും റിസോർട്ടുകളാണ്. പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. വീടുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. ആകാശമൊക്കെ കാണാൻ എന്താ ഭംഗി. പിന്നെ ഇത് രാത്രിയിൽ കാണാനായിട്ട് വേറൊരു രസമാണ് കേട്ടോ. രാത്രിയിൽ ഈ താഴെയുള്ള റിസോർട്ടിലെല്ലാം ലൈറ്റുകളും വെട്ടങ്ങളും ഒക്കെ ഇടുമ്പോൾ അതിലും വേറൊരു ഭംഗിയാണ് നമുക്ക് രാത്രിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ മുറ്റത്തൊക്കെ അവരിങ്ങനെ മെറ്റിൽ വാരിയിട്ടിട്ടുണ്ട്. അതിലൊന്ന് നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് അവിടുത്തെ ബെഡ്. ഇത് ശരിക്കും ഇതെടുക്കാൻ എനിക്ക് തോന്നിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും. മുളയും പണ്ടത്തെ ഈ കയറ്റ് പാ പോലത്തെ പായും ഒക്കെ വെച്ചിട്ടാണിത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതലും മുള കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. പിന്നെ ആ പായും അല്ലാണ്ട് വേറെ അഡീഷണലായിട്ട് ഇതിലൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. കണ്ടു. പാചകം വല്ലതും ചെയ്യണമെങ്കിൽ താണ്ട് അവിടെ ചെറിയൊരു ഇൻഡക്ഷനൊക്കെ ഉണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യാം. ഇതാണ് അതിൽ കാണുന്ന ടോയ്ലറ്റ്. കണ്ടോ. ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ മുളയിൽ കൊണ്ട് ചെയ്തൊരു ചെറിയൊരു ബിൽഡിങ്ങും അതിൻ്റെ ഉള്ളിൽ ഇത്രയും സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ